Hello everyone, welcome to Mahimas cooking class. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് തട്ടുകട സ്റ്റൈൽ ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ക്രഷ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഒരു പിടി ഏകദേശം ഒരു 10-15 ചുമന്നുള്ളി ഉണ്ടാവും. ചുമന്നുള്ളി, ഒരു 18 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 കഷ്ണം ഇഞ്ചി. ഇത്ര ഇൻഗ്രീഡിയൻസ് ഇടൊന്ന് ചതച്ചെടുക്കാം. ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, ഇതേപോലെ ചതച്ചെടുത്താൽ മതി. ഇത് നമുക്കൊരു ബോളിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ക്രഷ് ചില്ലി, 2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്. വളരെ ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, ചതച്ച് കുറേ പീസസ് ഉള്ള രീതിയിൽ എടുത്തേക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തു. അതായത് കണക്കാക്കി ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന്. ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ്. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈര് ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ച് വിനീഗറും കൂടെ ചേർക്കാം. വിനാഗിരി ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, നമുക്കതിനകത്ത് ഉപ്പ്, പുളി, എരിവ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുകയും ചെയ്യാം. ഞാനൊരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർക്കുക. നമ്മൾ 1/2 ഇട്ടു, ഒരു 1/2 കൂടെ ചേർത്ത്. ഇപ്പോൾ 2 ടീസ്പൂൺ ഉപ്പ് മൊത്തം ചേർത്തിട്ടുണ്ട്. എരിവൊക്കെ പാകത്തിനുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഞാൻ ഉപയോഗിക്കുന്നത് 1 കിലോയും ഒരു 50-60 ഗ്രാം എക്സ്ട്രാ ഉണ്ട്. ഒരു കോഴിയാണ്, അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ്. അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെറുതോ വലുതോ ഒക്കെ ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മിക്കവാറും തട്ടുകടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കളറും ഒക്കെ ചേർക്കും, ഫുഡ് കളറൊക്കെ ചേർക്കും. നമ്മളത് ചേർക്കുന്നില്ല. അതിന് പകരമാണ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനായിട്ടുണ്ട്. ഒരു ചെറിയ പിടി കറിവേപ്പില, ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഞാൻ അപ്പത്തിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 6 ടീസ്പൂൺ ചേർക്കുക. ഇപ്പോൾ 6 ടീസ്പൂണാണ് ചേർത്തത്. അതേപോലെ തന്നെ മൈദയും അല്ലെങ്കിൽ കോൺഫ്ലവർ ഇതേപോലെ 6 ടീസ്പൂൺ ചേർക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ പൊടികൾ ഇടുന്നതുകൊണ്ട്, മാവും അരിപ്പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ലൊരു ക്രിസ്പ് ടെക്സ്ചർ കിട്ടും. മാത്രമല്ല ഈ നമ്മൾ ചേർത്തേക്കുന്ന മസാല വിട്ടുപോകാതെ, ഫ്രൈ ചെയ്യുമ്പോൾ വിട്ടുപോകാതെ ഒട്ടിയിരിക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ഇത് അടച്ച് ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക.
1-2 മണിക്കൂറൊക്കെ കിട്ടിയാൽ കൂടുതൽ നല്ലതാണ്. മിനിമം ഒരു 1 hour മാറ്റി വെക്കാം. ചിക്കൻ 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്തായിട്ട് വെച്ചേക്കായിരുന്നു. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് ഓയിലും ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് പീസസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എടുത്തേക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ്. അത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. ഇനി ടേൺ ചെയ്യാം. ചെറിയ പീസസ് ആയിട്ട് പെട്ടെന്നാവും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കി അകത്തോട്ടൊക്കെ നന്നായിട്ട് വേവാനായിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി കുക്ക് ചെയ്യാം. ഞാനൊരു 4 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇപ്പം വീണ്ടും ഹൈ ഫ്ലെയിമിൽ തീ ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കുറച്ച് പച്ചമുളക് കീറിയത് കൂടി ഇടാം. ഇപ്പം ഹൈ ഫ്ലെയിമിലാണ്. വീണ്ടും 1 മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതെടുക്കാം. നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കുക്ക് ആയേക്കുന്നത്. ഇതേപോലെ ബാക്കിയുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈ. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഒത്തിരി എരിവില്ല, ഭയങ്കര എരിവില്ലാതാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് എരിവ് വേണമെങ്കിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചെടുത്ത് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല എരിവ് കിട്ടും. ഈ ഒരു പരുവത്തിൽ കാശ്മീരി മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് നല്ല നിറം കിട്ടി. എരിവ് ഒരു പാകത്തിനുള്ള എരിവേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്യുക. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പറാട്ടയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.